നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവനൊന്നും വണ്ടി ഓടിക്കാനോ അറിയില്ലേ? എന്താടാ, എന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി എനിക്കൊന്ന് വേണം. ബുദ്ധിമുട്ടാ? അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനേട്ടാ. തൽക്കാലം നീ ഓട്ടോയിൽ പോയാൽ മതി. ഏട്ടാ, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയല്ലേ? വണ്ടിയുടെ അവകാശമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നീ പോവാൻ നോക്ക്. അയ്യോ ചേട്ടാ, അതല്ല ഏട്ടാ, പ്ലീസ്. ഏതല്ലെന്ന്? നീ എന്തൊക്കെ പറഞ്ഞാലും വണ്ടി ഞാനിപ്പോ നിനക്ക് തരുന്ന പ്രശ്നമില്ല. അതല്ല, ഞാൻ വേണമെങ്കിൽ എന്നെ കാല് പിടിക്കാം. ഇന്നൊരു ദിവസത്തേക്ക്, ഒരേ ഒരു ദിവസത്തേക്ക് ഏട്ടൻ സഹകരിച്ചേ പറ്റൂ. വേണമെങ്കിൽ നാളെ മുതൽ ഈ വണ്ടി ഏട്ടൻ സ്വന്തം അടങ്ങെടുത്തോ. ഞാൻ കൈകൊണ്ട് തൊടാൻ പോലും അങ്ങോട്ട് വരികയല്ല. പക്ഷെ ഇന്നൊരു ദിവസം ഏട്ടൻ പ്ലീസ് എനിക്ക് വണ്ടി കെട്ടിയേ പറ്റൂ. കണ്ടില്ല ഏട്ടാ, അത്യാവശ്യക്കാർ വിളിച്ചോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് എനിക്കൊരു സ്ഥലം വരെ പോയേ പറ്റൂ. കാറ് വേണം, അതുകൊണ്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടാ, ഇന്നത്തേക്ക് ഈ ഓട്ടോയിലൊന്നും പോയേട്ടാ, പ്ലീസ്. നീ ആദ്യം ഫോൺ എടുക്ക്. ഞാൻ എടുത്തോളാം, ഫോൺ എടുക്കാം. ഏട്ടൻ ആദ്യം വണ്ടിയുടെ താക്കോലും താ. പ്ലീസ് ഏട്ടാ. എന്റെ ചക്കര ഏട്ടൻ. ശരി എന്നല്ല. ചേട്ടാ, ടൗണിലേക്ക്. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ബോസേ, വേഗം വാ, ഒന്ന് ഡിക്കി തുറന്ന്. ഇനി അതും ഞാൻ ചെയ്യണോ? എന്റെ പൊന്നു ബോസ്, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച പൊങ്ങൂല്ല, അതുകൊണ്ടാ. അപ്പോ എത്ര ചവുണ്ടയില്? നിലവിൽ ഇപ്പൊ ഒന്നേ ഉള്ളൂ. വേഗം വാ. ആള് ഇതാണോ പെണ്ണോ? പെണ്ണ. നിന്റെ ഭാര്യയാണോ? അല്ല, പരിചയക്കാരിയാ. സെറ്റപ്പാണല്ലേ? മനസ്സിലായി. എന്റെ പൊന്നു ബോസേ, സംസാരിച്ച സമയങ്ങളല്ലേ, ഒന്ന് പെട്ടെന്ന് പിടിക്കോ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, ഒന്ന് പിടിക്കോ. കാശ് തരാം, വാ. നിക്ക്. ഇനി വേഗം കാശെടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ഇതെന്താടത്? ഭാര്യയുടെ കുറച്ച് സ്വർണ്ണ ബോസേ. ഇത് കൊടുത്താ 10 ലക്ഷം രൂപ കിട്ടൂ? ഇല്ല, അഡ്വാൻസ്. ഇതെന്താടാ, വസ്തു കച്ചവടാണോ? എന്റെ പൊന്നു ബോസേ, തൽക്കാലം ഇപ്പൊ എന്റെ ഇതേ ഉള്ളൂ. ഇതൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാശ് നാളെ രാവിലെ തരാം. കാശുണ്ടാക്കി വെച്ചിട്ടല്ലോ നമ്മളൊരു കൊലപാതകം ചെയ്യുന്നത്. സംഭവിച്ചു പോകുന്നതല്ലേ. നാളെ ബാങ്ക് തുറന്ന അപ്പൊ തന്നെ ഞാൻ കാശെടുത്ത് തരാം. എന്നാ ക്യാഷ് ചെക്ക് ആയിട്ട്? ഈ പാതിരാത്രിയിലോ? ചെക്ക് ബുക്ക് എടുക്കാൻ ഞാൻ മറന്നു ബോസേ. എന്നാ പിന്നെ ശവം നാളെ ഡിസ്പോസ് ചെയ്യാടാ.
താൻ നാളെ കൊണ്ടുവന്നാ മതി. അയ്യോ ചതിക്കല്ലേ ബോസേ, ഞാൻ വേണം ബോസിനെ കാല് അത് പിടിക്കാൻ. വേണ്ട. കണ്ടോ ഇപ്പൊ തന്നെ പാട വന്നു തുടങ്ങി. പെട്ടെന്ന് എവിടെയും കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൊടുക്കും. ഞാൻ എങ്ങനെയാടാ കൊടുക്കുന്നത്? കൊന്നത് നീയല്ലേടാ? കൊന്നത് ഞാനാ, പക്ഷെ ഇപ്പോ ശവം ബോസിന്റെ കാറിലാണ്. അതിന് തെളിവ് പോലീസ് നായ മണം പിടിച്ച് വരുമ്പോ നമ്മളെ രണ്ടുപേരെയും പോലീസ് വെക്കും. നീ ഒരുപാടങ്ങ് ഉണ്ടാക്കല്ലേ. നാളെ കാലത്ത് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ നിന്നെയും കൊന്ന് ഇതുപോലെ ചാക്കരാക്കി ഞാൻ വല്ലയിടത്തും കൊണ്ടുപോയി കളയും. അയ്യോ അങ്ങനൊന്നും പറയല്ലേ ബോസ്. എന്താടാ? ഒന്നുമില്ല, കാശ് ഞാൻ തരാം. ദേ, രാമലൊരു അപ്പനാണ് സത്യം. പിന്നെ ബോസ് ബോസ് എന്താടാ? ഒരു നല്ല കാര്യത്തിന് മുമ്പ് തിരികെ വിളിക്കാനോടാ? അതല്ല ബോസേ, ബോസ് ഈ ബോഡി എന്ത് ചെയ്യാൻ പോകുന്നു? പുഴി തിന്നാൻ. എന്താ? അതല്ല, കത്തിക്കുവാണോ കുഴിച്ചിടുവാണോ എന്നറിയാൻ ചോദിച്ചതാ. നമുക്കേ പെട്രോൾ ഒഴിച്ച് കത്തിച്ചളഞ്ഞാലോ, പണ്ട് സുകുമാരക്കുറിപ്പ് ചെയ്ത പോലെ. എന്നാ പിന്നെ ഇയാളെ കൊണ്ടാക്കിയ പോരെ? എന്നെ വിളിച്ചെന്തിനാ? അല്ല ഞാനതിനൊന്നും ബോസിന് ഇത് പുത്തരിയൊന്നുമല്ല. ഒരുത്തനും എന്നെ പഠിപ്പിക്കാൻ വേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. പോടാ. നാളെ കാലത്ത് കൃത്യം 10 മണിക്ക് ബാങ്ക് തുറന്നാൽ ഉടനെ എന്റെ കാശ് എനിക്ക് കിട്ടണം. കിട്ടും, കിട്ടിയിരിക്കും ബോസേ. വെള്ളച്ചിലെടുക്കല്ലേ എന്നോട്. എന്റെ ദൈവമേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ബോസേട്ടനെ ഡെഡ് ബോഡിയും കാത്തോണേ. ഹലോ. ഹലോ, ഇത് സൂണനല്ലേ? അതെ, ഞാൻ ബോസ്. അത്തുങ്ങളിലെ അസീസ് ബാവ പറഞ്ഞ ബോസ്. നിങ്ങളിത് എവിടെയാ? ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. താൻ എവിടെയാ നിൽക്കുന്നത്? ഞാനിവിടെ ശവക്കോട്ട പാലത്തിന് പിന്നിലുള്ള കുറ്റിക്കാട്ടിലുണ്ട്. അവിടെ തന്നെ നിൽക്കുക. ഞാനിതെത്തി. ആ, വേഗം വാ.